Hello students and welcome to new class of stock market. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ നേരത്തെ ടോപ്പിക്കെല്ലാം കവർ ചെയ്തിട്ടാണ് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, സോ അപ്പം സ്റ്റോക്ക് മാർക്കറ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഫിനാൻഷ്യലുമായിട്ട് അല്ലെങ്കിൽ എക്കണോമി ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ്. സോ റിസ്ക് മാനേജ്മെൻറ്റ് എന്നത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണ്. സോ അപ്പം ഈ റിസ്ക് എന്നുള്ളൊരു വേർഡ് ഓഫ് കോഴ്സ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കാനാണ് പോകുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റാണ് പഠിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഈ വേർഡ് കേട്ട് കാണും. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ സൈഡിൽ നിന്ന്, ഫാമിലിയുടെ സൈഡിൽ നിന്ന്, എവിടെന്നെങ്കിലുമൊക്കെ എന്തായാലും കേട്ട് കാണും. റിസ്ക് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്, റിസ്ക് ആണ്. സോ അതൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്യാഷ് നഷ്ടമാവില്ലേ, അങ്ങനെ കുറേ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും കേട്ട് കാണും. റിസ്ക് എന്നുള്ളൊരു ഫാക്ടർ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് തന്നെ കേട്ട് കാണും, റിസ്ക് എന്നുള്ളത്. സോ അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ആ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ റിസ്കിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. സോ അപ്പോൾ നമ്മൾ ആദ്യം റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് ആണ് വരുന്നത്. അത് ഏതൊക്കെ ടൈപ്പാണെന്ന് പഠിക്കണം അല്ലേ. ഫസ്റ്റ് ടൈപ്പ് വരുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, ഫസ്റ്റ് എന്താ വരുന്നത്, സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. സിസ്റ്റമാറ്റിക് റിസ്കിനെ വേറൊരു പേരൂടെ പറയുന്നുണ്ട്, ഓവറാൾ റിസ്ക് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഓവറാൾ റിസ്ക് എന്ന് കൂടെ പറയാം. ഓവറാൾ റിസ്ക് എന്നുകൂടി വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു കൺട്രി എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ മൊത്തത്തിലുള്ളൊരു റിസ്ക് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കൺട്രി എടുക്കുകയാണ്, അവിടുത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു റിസ്ക് ആണ്. ഇപ്പം നമ്മൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്കിനാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൺട്രിയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ മൊത്തത്തിൽ അല്ലെങ്കിൽ മുഴുവനായിട്ട് ഹോളായിട്ട് അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും മിക്ക ടൈമിലും. ജസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പറയാൻ പറ്റും, വാർ പറയാം അല്ലേ, യുദ്ധം. ഓക്കെ, യുദ്ധം എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരികയാണ്. രണ്ട് കൺട്രീസ് തമ്മിൽ എന്തെങ്കിലും അവരുടെ ഡിസിഷൻസിലോ ചേർച്ചക്കുറവൊക്കെ ഉണ്ടാകുന്നു. സോ അവരെന്ത് ചെയ്യും, ആദ്യം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വിളിച്ചു നോക്കും. മീറ്റിംഗ് കാര്യങ്ങളൊന്നും സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അവർ ഡയറക്റ്റ് എന്തിലേക്ക് പോകും, ഓക്കെ എന്നാൽ യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് പോകും. യുദ്ധത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, രണ്ട് രാജ്യത്തിനെയും എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അവരുടെ എക്കണോമി അഫക്റ്റ് ചെയ്യും, അവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും. അതേപോലെ ആ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേറെ കൺട്രീസ് ഉണ്ട്, അവരെ അഫക്റ്റ് ചെയ്യും. ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ വാർ നടക്കുകയല്ലേ. സോ യുക്രൈൻ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, റഷ്യയ്ക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കൺട്രീസ് ഉണ്ട്, അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. UK ഒക്കെ യുകെയുടെ എക്കണോമിക്ക് ഇപ്പം നമുക്കറിയാമല്ലോ, ആ ന്യൂസൊക്കെ നമ്മൾ കേട്ട് കാണും. സോ അവരെല്ലാം അഫക്റ്റ് ചെയ്യും. സോ അതൊരു സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ്-19 ഒരു ഡിസീസാണ്. സോ അതും ഒരു സിസ്റ്റമാറ്റിക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്ന ഒരു റിസ്ക് ആണ്. അതൊരു ഓൾ കൺട്രി അല്ലെങ്കിൽ ഓൾ ഇതിനെ ആയിരിക്കും ബാധിക്കുക, ഓൾ കൺട്രി ആയിരിക്കും അവർ ബാധിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ടോട്ടൽ മാർക്കറ്റ് ഇടിയുന്ന രീതിയിലേക്ക് ഉള്ളൊരു റിസ്ക് ആണെന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്ക് ക്ലിയർ ആയല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് വരുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ടോപ്പിക് ഈസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നുള്ളതാണ്. ബേസിക്കലി ഇതൊരു കമ്പനി സ്പെസിഫിക് റിസ്ക് ആണ്. കമ്പനി സ്പെസിഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു റിസ്ക് ആണ്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ജസ്റ്റ് എടുക്കുന്നു, ഇപ്പം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഉള്ളൊരു റിസ്ക് ആണ് ഇതിൽ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് വരുന്നത്, ഞാനിപ്പം സ്റ്റീലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്റ്റീൽ കമ്പനീസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ,
സ്റ്റീൽ കമ്പനീസിൽ അല്ലെങ്കിൽ സ്റ്റീലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റീൽ ബേസ്ഡ് ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ അപ്പം ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നു. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്ത് സ്റ്റീലിൻ്റെ അവൈലബിലിറ്റി കുറയുന്നു. അവൈലബിലിറ്റി കുറയുമ്പോഴത്തേക്ക് എന്തായാലും നമ്മളെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ നീഡ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, മേക്കപ്പ് ചെയ്യണ്ടേ, ആ സ്റ്റീൽ ഇവിടെ അവൈലബിൾ ആവണ്ടേ. സോ ഗവൺമെൻറ് ഒരു ഡിസിഷനിലേക്ക് പോകുന്നു, എന്താ, ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ എക്സ്പോർട്ട് അവരെന്ത് ചെയ്യുന്നു, തൽക്കാലത്തേക്ക് ബാൻ ചെയ്യുന്നു. സ്റ്റീലിന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ച് നാളത്തേക്ക് സ്റ്റീൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഡിസിഷൻ കൊണ്ടുവരുന്നു. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്യും, ഒരു റിസ്ക് അല്ലേ അത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനിയാണത്. സോ അങ്ങനെ ഒരു ഡിസിഷൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഓൾ മാർക്കറ്റിനെ അത് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ അല്ലെങ്കിൽ ഓൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, അതാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അൺസിസ്റ്റമാറ്റിക് റിസ്കിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കും എന്താണ്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റിസ്ക് അല്ല, ഈ റിസ്ക് മാനേജ്മെൻറ്റിനെ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോൾവ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കുന്നത്. ടൈപ്പ് ഓഫ് റിസ്ക് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ടൈപ്പ് ഓഫ് റിസ്ക് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ടോപ്പിക്കാണ്, അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് റിസ്ക് അവോയ്ഡൻസ്, റിസ്ക് അക്സെപ്റ്റൻസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതാണ് റിസ്ക് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അപ്പോൾ ഒരു ജസ്റ്റ് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞില്ല, സ്റ്റീലിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റീൽ ബേസ്ഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ വരുന്ന കുറച്ച് റിസ്ക് ഉണ്ട്. ഓക്കെ, എനിക്കറിയാം ഇപ്പം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ കമ്പനി ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചില ലിമിറ്റേഷൻസ് പറയുന്നത് ഗവൺമെൻറ് ബാൻ വരൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതാണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേറെ റിസ്ക് ആണ്. നമ്മൾ എന്ത് ചെയ്യും, അത്ര റിസ്ക് എടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് വേറെ റിസ്ക് കാണും. ചിലപ്പോൾ അങ്ങനെ ഒരു ബാൻ വന്നില്ലെങ്കിൽ ഒരു ഹൈ പ്രോഫിറ്റബിലിറ്റി എന്നൊരു ചാൻസുകളുണ്ട്. അതുകൂടെ കണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, റിസ്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ എന്ത് ചെയ്യുന്നു, എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ തയ്യാറാണ് അവിടെ റിസ്ക് വരുന്നത് അല്ലെങ്കിൽ അവിടെ വരുന്ന ലോസ് വരികയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാണ്, ഞാൻ തയ്യാറാവുകയാണ്. അവിടെ വരുന്ന ലോസ് ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണെന്ന് പറയുന്നത് റിസ്ക് അക്സെപ്റ്റൻസ്. ആ റിസ്കിനെ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുകയാണ് വരുന്നത്. ഓക്കെ, സോ നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് റിസ്ക് അവോയ്ഡൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് റിസ്ക് അവോയ്ഡൻസ് ആണ്. റിസ്ക് അവോയ്ഡൻസ്. സോ റിസ്ക് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, റിസ്ക് ഒഴിവാക്കുക എന്നുള്ളതൊക്കെ പറയാം. സ്റ്റീൽ കമ്പനി തന്നെ, ഇന്ത്യയിലൊരു സ്റ്റീൽ കമ്പനിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സ്റ്റീൽ, ഞാൻ എക്സാമ്പിൾ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ തിരിച്ച് ചിന്തിക്കുക. സ്റ്റീൽ എന്ന് പറയുന്നത് അത്രയ്ക്കും മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു കാര്യം കൂടാണ്. സ്റ്റീൽ ഇൻഡസ്ട്രി ഒന്നും അങ്ങനെ ഡൗൺ ആവുന്നൊരു ഇൻഡസ്ട്രി അല്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ടാറ്റ സ്റ്റീലൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ടാറ്റ സ്റ്റീലൊക്കെയാണ് കമ്പനീസ് വരുന്നത്. സോ അതൊന്നും അങ്ങനെ ഉള്ളതല്ല. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് ഈ സ്റ്റീലിനെ വെച്ച് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു മൈൻഡിൽ മാത്രമേ എടുക്കാവൂ സ്റ്റീലിനെ. വേറെ എക്സാമ്പിളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് സ്റ്റീലിനെ പറയുന്നത്. സോ സ്റ്റീലിവിടെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് റിസ്ക് അവോയ്ഡൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. റിസ്ക് അവോയ്ഡൻസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ പഠിക്കുന്നു. സ്റ്റീലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഡിസിഷൻ എടുക്കുകയാണ്. ഇതിനെ ഇൻവെസ്റ്റ് ചെയ്താൽ എൻ്റെ എമൗണ്ട് എന്തായാലും പോവും, അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഒരു ലോസിലേക്ക് വരാനുള്ള ചാൻസസ് എല്ലാം ഉണ്ട്. ഓക്കെ, എനിക്ക് ലോസ് ആയിരിക്കും വരിക. ഫ്യൂച്ചറിലേക്ക് ഞാൻ ഇത് നോക്കിയപ്പോഴത്തേക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കൺട്രിയുടെ ഒരു പ്രോബ്ലംസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് കുറച്ച് പ്രോബ്ലംസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യും, എനിക്കവിടെ പക്ക ലോസ് തന്നെയാണ് വരാൻ സാധ്യത എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം, ആ റിസ്കിനെ ഞാൻ ഒഴിവാക്കിയാണ്. എനിക്കവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തായാലും ലോസാണ് വരിക എന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുന്നു. കാരണം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട്സുകളെല്ലാം സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈ പ്രോഫിറ്റബിലിറ്റിക്ക് ചാൻസ് ഉണ്ട്, പക്ഷേ അത് ഹൈ റിസ്ക് ആണ്. സോ എന്ത് ചെയ്യുന്നതാണ്, ആ റിസ്ക് ഞാൻ ഒഴിവാക്കിയാണ്.
അതാണ് എന്ത് വരുന്നത്, റിസ്ക് അവോയ്ഡൻസിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഉണ്ട്, റിസ്ക് ലിമിറ്റേഷൻ. RISK, റിസ്ക് ലിമിറ്റേഷൻ. റിസ്ക് ലിമിറ്റേഷൻസ്. ഓക്കെ, റിസ്ക് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റീൽ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. സ്റ്റീലിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. സ്റ്റീൽ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് അത് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ വരുന്നത്, ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ സ്റ്റഡി ചെയ്യുന്നു. സ്റ്റഡി ചെയ്തിട്ട് എന്ത് ചെയ്യണം, എൻ്റെ റിസ്ക് അവിടെ ലിമിറ്റ് ചെയ്യണം. ലിമിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ലിമിറ്റ് ചെയ്യാം. അതാണ് ഞാനിപ്പം ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്ത് ഒരു 5 CR അല്ലെങ്കിൽ ഒരു 5 CR ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, 5 crore ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ആദ്യം ഞാൻ ഡിസൈഡ് ചെയ്ത്. പിന്നെ എന്ത് ചെയ്യുന്നു, പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി 5 CR ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് കുറച്ച് എന്ത് ചെയ്യാം, എനിക്ക് ലോസ് വന്നാൽ നല്ലൊരു എമൗണ്ട് തന്നെ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യുന്നു, എൻ്റെ റിസ്ക് അവിടെ ലിമിറ്റ് ചെയ്യുന്നു. ഞാൻ 5 CRന് വരെ എന്ത് ചെയ്യുന്നു, 2 CR മാത്രമാണ് എന്ത് ചെയ്യുന്നു അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതൊരു റിസ്ക് ലിമിറ്റേഷൻ ആണ്. എൻ്റെ റിസ്കിനെ ഞാൻ അവിടെ ലിമിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ എന്താ, പോയാലും മൊത്തത്തിൽ പോയില്ലല്ലോ എന്നുള്ളൊരു പദമൊക്കെ അവിടെയാണ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് റിസ്ക് ട്രാൻസ്പെറൻസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് റിസ്ക് ട്രാൻസ്പെറൻസ് ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് മൂവാണ് റിസ്ക് ട്രാൻസ്പെറൻസ് വരുന്നത്. റിസ്ക് ട്രാൻസ്പെറൻസിൽ നമുക്ക് ഒരു സ്മാർട്ട് മൂവാണ്. ഇത് നമ്മൾ ടെക്നിക്കലി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. റിസ്ക് ട്രാൻസ്പെറൻസ് എന്ന് പറയുന്നത് ടെക്നിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് കൂടാണ്. അതിനകത്ത് വരുന്നത്, നമ്മളതിൽ പുട്ട് ഓപ്ഷൻ ഉണ്ട്, കോൾ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച് ഫേസ് വരുന്നുണ്ട്, പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ. സോ ഇത് നമ്മൾ ടെക്നിക്കലി പഠിക്കേണ്ട ഒരു ടേം തന്നെയാണ്. സോ അപ്പം ഇത്രയും പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഏകദേശം റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ളതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതിലെ ലാസ്റ്റ് ടോപ്പിക്കായ റിസ്ക് ട്രാൻസ്പെറൻസ് നമ്മൾ പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ എന്നൊരു ഡീറ്റെയിൽ ടോപ്പിക്ക് നമുക്കുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ആ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ അത് പഠിച്ചതിന് ശേഷം ആ ക്ലാസ്സിൽ തന്നെ നമുക്ക് മണി മാനേജ്മെൻറ്റ് എന്നൊരു ടോപ്പിക് കൂടെ ഉണ്ട്. മണി മാനേജ്മെൻറ്റും അതിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. സോ അത്തരം ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.